ഏതൊരു തെരഞ്ഞെടുപ്പിൻ്റെയും ഫലസൂചനകൾ ലഭിക്കുന്നത് നാട്ടുമ്പുറങ്ങളിൽ നിന്നാണ്. കൊട്ടിഘോഷിക്കപ്പെടുന്ന ഇലക്ഷൻ വിശകലനങ്ങളുടെയും സാമ്പിൾ പരിശോധനകളുടെയും ഒന്നും ആവശ്യമില്ല. നിഷ്പക്ഷനായ ഒരു നാട്ടിൻപുറത്തുകാരനോട് ചോദിച്ചാൽ ആ മണ്ഡലത്തിലെ കൃത്യമായ ഫലം അവർ തന്നെ പറയും. സൂക്ഷ്മമായി പരിശോധിച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു വെപ്രാളം ഇടതുപക്ഷ മുന്നണിയെയും ചില മണ്ഡലങ്ങളിൽ BJPയെയും അത് ബാധിച്ചിട്ടുള്ളതായി കാണാം. പേരാമ്പ്ര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയോട് എതിരാളികൾ കാണിക്കുന്ന ഒരു അസഹിഷ്ണുത അവരുടെ മനസ്സിലുള്ള കൃത്യമായ വിവരങ്ങളുടെ പ്രതിഫലനമാണ് എന്നാണ് ഞങ്ങളുടെ ഒരു വിശകലനം. അവർ പരാജയപ്പെടുമെന്ന് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത് പോലെ തോന്നുന്നു. പേരാമ്പ്രയിലെ വിഷയമെടുത്താൽ അവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ചില്ലറക്കാരനൊന്നുമല്ല. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള, ഇലക്ഷൻ ജയിച്ച പാരമ്പര്യമുള്ള മന്ത്രിയായ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ കൂടിയായ ശ്രീ TP രാമകൃഷ്ണനാണ് സ്ഥാനാർത്ഥി. എന്നാൽ ഒരു തരംഗമുണ്ടാക്കി ആ മണ്ഡലം ഇളക്കി മറിക്കുന്നതോ നന്നേ ചെറുപ്പമായ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ ഉണ്ടായതുപോലുള്ള തരംഗമാണ് ഇന്ന് പേരാമ്പ്രയിൽ കാണുന്നത്. ഇത് ഇടതുപക്ഷ മുന്നണിയെ വല്ലാണ്ട് അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ഒരു ഇലക്ഷൻ ജയിക്കാൻ ഏത് കാർഡും ഇറക്കി കളിക്കാൻ മടിയില്ലാത്ത ഇടതുപക്ഷം മുൻപ് വടകരയിൽ ചെയ്ത പോലെ ഒരു വർഗീയ പരാമർശത്തിലൂടെ കുറുക്കുവഴി കണ്ടെത്താൻ പേരാമ്പ്രയിൽ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ പ്രവർത്തനം ജനങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് കൂടുതൽ അകറ്റും എന്നുള്ളതല്ലാതെ മറ്റു ഗുണമൊന്നും ചെയ്യില്ല. കൂടുതൽ മികച്ച വിജയം ഫാത്തിമ തഹ്ലിയ എന്ന യുവ നേതാവിന് ലഭിക്കുകയും ചെയ്യും. അതാണ് അന്തിമഫലം.